നോമ്പിൻ്റെ 8-ാം ദിവസം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. നോമ്പ് കാലഘട്ടം പ്രാർത്ഥനയുടെ കാലഘട്ടമാണ്. നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് ഒരു മരുഭൂമി പ്രയാണ യാത്രയാണ്. നോമ്പ് നമുക്ക് ജയിക്കുവാനുള്ള ആയുധമാണ്. നോമ്പെന്ന് പറയുന്നത് ശത്രുവായ സാത്താൻ്റെ മുമ്പിലുള്ള തോൽക്കാത്തൊരായുധമാണ്. നോമ്പ് അനുഷ്ഠിക്കുക എന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് നോക്കാമെങ്കിൽ മോശ നോമ്പ് നോക്കിയിരുന്നതായി കാണുവാൻ സാധിക്കുന്നു. മോശ നോമ്പ് നോക്കി പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖം മൂടുപടം കൊണ്ട് മൂടിയിരുന്നതായി കാണുവാൻ സാധിക്കുന്നു. കാരണം മോശയുടെ മുഖത്തിന് ദൈവ തേജസ് ലഭിച്ചതുകൊണ്ട് മോശയുടെ മുഖം മൂടിയാണ് മലയിൽ നിന്നും ഇറങ്ങി വന്നത്. അപ്പോഴും മോശയുടെ കയ്യിൽ ഒരു കൽപ്പലക കയ്യിൽ ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും നോമ്പ് നോക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുഖവും ദൈവ തേജസ്സുള്ളതായി ദൈവപ്രസന്നതയുള്ളതായി കാണുവാൻ ഈ നോമ്പ് കാലഘട്ടം ദൈവം നമ്മെവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.